ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, 3 ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചതച്ചെടുക്കാം. അതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കണം. അതെല്ലാം ഇട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം ഒന്ന് നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വലിയൊരു തക്കാളി ആണെങ്കിൽ 1 മതി. ചെറിയ തക്കാളി ആണെങ്കിൽ 2 കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മസാലയെല്ലാം ബീഫിൽ നന്നായി പിടിക്കുന്ന വിധത്തിൽ നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ബീഫിൽ മസാലയെല്ലാം പിടിക്കുന്ന വിധത്തിൽ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെ 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബീഫ് കറി തയ്യാറായി കഴിഞ്ഞു. വെള്ളമൊന്നും ചേർത്തില്ലെങ്കിലും ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഊറി വന്ന് നമുക്ക് ആവശ്യത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടാവുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.